അത് ഒരു തുള്ളിയല്ല, പല തുള്ളി പെരുമഴയായി, ഭൂരിപക്ഷത്തിന്റെ പെരുമഴയായി. വോട്ടെണ്ണുമ്പോ തൃത്താല മണ്ണിൽ പുതിയ ഇതിഹാസം രചിക്കാൻ ബലറാം, ഞാൻ നേരത്തെ പറഞ്ഞ ആ നെഹ്റുവിയൻ രാഷ്ട്രീയത്തിന്റെ ഈ ഓജസ്സുറ്റ പ്രതിനിധിയെ, നമുക്ക് രാജ്യത്തെ പറ്റി കാഴ്ചപ്പാടുണ്ട്, സംസ്ഥാനത്തെ പറ്റി കാഴ്ചപ്പാടുണ്ട്. അത് വേണ്ട പോലെ വേണ്ടിടത്ത് മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ വാക്കായി കർമ്മമായി കൊടുങ്കാറ്റായി ആഞ്ഞു വീശേണ്ടി വന്നാൽ അങ്ങനെ വീശാൻ, ഇളങ്കാറ്റാകേണ്ടി വന്നാൽ അങ്ങനെയാകാൻ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, കേരളത്തിന്റെ യുവജന രാഷ്ട്രീയത്തിന്റെ തിളക്കമുറ്റ മുഖം പ്രിയപ്പെട്ട VT ബൽറാം ഇവിടെ എത്തിച്ചേരാനിരിക്കുകയാണ്, പുതിയ ചരിത്രം സമ്മാനിക്കാൻ. അതുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ട മാഷ്, ഒരു ഗുരുനാഥനെ പോലെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് രാഷ്ട്രീയത്തിൽ. അദ്ദേഹം വിളിച്ച് തൃത്താലയിലെ കൺവെൻഷൻ പെരുന്നാളിന് മുമ്പ് തന്നെ സൂചിപ്പിച്ചപ്പോൾ നല്ല രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇവിടെ നേരത്തെ തന്നെ തുടങ്ങിയത് അദ്ദേഹം അടക്കമുള്ള ഇവിടുത്തെ നേതാക്കളിലൂടെ മനസ്സിലാക്കിയ ആളാണ് ഞാൻ. ഈ തവണ തൃത്താല കേരളത്തിൻ്റെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കൊടിയേന്തും, അതിൻ്റെ കൊടിയേന്തും. അത് വളരെ ഉറപ്പുള്ള കാര്യമാണ്. ഈ കൺവെൻഷനിലേക്ക് നോക്കിയാൽ അറിയാം, മനോഹരമായിട്ടുള്ള ഈ സ്ഥലം നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്ന സ്ഥലമാണിത്. ആ സമയം, ആ സ്ഥലം, ആ സന്ദർഭം, ആ മുഹൂർത്തം, ആ അന്തരീക്ഷം എൻ്റെ മനസ്സിൽ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വലിയ ഒരു ആവേശത്തിൻ്റെ, ഐക്യത്തിൻ്റെ, അതിനനുസരിച്ചുള്ള ഭൂരിപക്ഷമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താല മണ്ഡലത്തിൽ നിങ്ങൾ കാഴ്ചവെച്ചതെങ്കിൽ അതിതിളക്കമാർന്ന ഗംഭീരമായ ഭൂരിപക്ഷത്തോടെ ഇക്കുറി നമുക്ക് VT ബലറാമിനെ വിജയിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ പ്രതിജ്ഞയാണ്. അത് നാടിൻ്റെ ആവശ്യമാണ്. പാർട്ടി മറന്നുകൊണ്ട് ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമാണ് ഇക്കുറി UDF-നൊപ്പം. മലയാളികളുടെ ഒരു കുത്തൊഴുക്കാണ് UDF-ന് അനുകൂലമായി. അത് നമ്മൾ കണ്ടില്ലേ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ VD സതീശൻ ഒരു ജാഥ നയിച്ച്, അടുത്ത ദിവസമാണ് ജാഥ ഈ മണ്ണിലൂടെ കടന്നുപോയത്. അത് പോയ സ്ഥലങ്ങളിലൊക്കെ പതിനായിരങ്ങളാണ്. ഇവിടെ അതായിരുന്നു, ഇവിടെ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, എത്തിച്ചേരാൻ സാധിച്ചില്ല. മറ്റു സ്ഥലങ്ങളിൽ പരിപാടിയായിരുന്നു. പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പും അതിൻ്റെ ഇടയിലൊക്കെയാണ് ആ ജാഥ നടന്നത്. എടപ്പാളിലൊക്കെ എന്തൊരു മഹാസമ്മേളനമായിരുന്നു. ഞാൻ പങ്കെടുത്ത മറ്റ് പല സ്ഥലങ്ങളിലും, എല്ലാ സ്ഥലത്തും കേരളത്തിലാണ്. അന്ന് മുതലും അതിനു മുമ്പും നമ്മൾ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിട്ടുണ്ട്. 9-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ്, ഇന്ന് 24-ആണ്. ഒരു 10 ദിവസം കഷ്ടി, അത്രയേ ഉള്ളൂ. പ്രവർത്തിക്കാൻ സമയം വളരെ കുറവാണ്. ഒരു കണക്കിൽ ചിന്തിക്കുമ്പോൾ ആശ്വാസമാണ്. ദീർഘമായൊരു സമയത്തിൽ പണിയെടുക്കേണ്ട ആവശ്യം നമ്മുടെ അണികൾക്ക്, പ്രവർത്തകർക്കില്ല. മാത്രമല്ല, അത് അങ്ങനെ ആയത് നന്നായി എന്ന് തോന്നും. കാരണം കേരളത്തിലൊരു എലക്ഷൻ വർക്ക് പോലും ആവശ്യമില്ലാത്ത വിധം UDF-ന്റെ രാഷ്ട്രീയവും അതിനുള്ള പിന്തുണയും ജനമനസ്സിൽ ഉറച്ചു കഴിഞ്ഞതാണ്. ഈ ഗവൺമെൻറ്റിനോടുള്ള മടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടായതല്ല. 10 കൊല്ലമായി ഈ ഗവൺമെൻറ് നാട് ഭരിക്കണം. അതുകൊണ്ട് വലിയൊരു പ്രചരണം നടത്തി, 1.5 മാസം ജനങ്ങളെ ബോധ്യപ്പെടുത്തി, ഭരണ തകർച്ച, സാമ്പത്തിക തകർച്ച, അതിനെക്കുറിച്ച് പഠിപ്പിച്ച് ക്ലാസ് എടുത്ത് പ്രബുദ്ധരാക്കി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓപ്പൺ ബുക്കാണ്, തുറന്ന പുസ്തകമാണ്. കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ സ്ഥിതിവിശേഷം, കേരളത്തിൻ്റെ തകർച്ച ഒരു തുറന്ന പുസ്തകമാണ്. ജനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് വോട്ട് ചെയ്യാൻ. അത് ഉറപ്പുള്ള കാര്യമാണ്. ഈ സദസ്സും അതങ്ങനെ അതിമനോഹരമാണ് ഈ കാഴ്ച. ഇത്രയും വിജയകരമായി ഈ കൺവെൻഷൻ സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട തൃത്താല മണ്ഡലത്തിലെ UDF കമ്മിറ്റിയെ, ഇവിടുത്തെ സമുന്നതരായ നേതാക്കളെ, ഭാരവാഹികളെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇനിയും നിറയും. ഇനി ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഇവിടെ ഇതിനേക്കാൾ നിറഞ്ഞ് ഈ ഒക്കെ നിറയും. ഇപ്പം തന്നെ ഇവിടെ എല്ലാം നിറഞ്ഞു കഴിഞ്ഞു. ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ ഈ തിങ്ങുന്ന, ഇത് പ്രവർത്തക കൺവെൻഷനാണ്, തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്, തെരഞ്ഞെടുപ്പ് റാലിയല്ല. പക്ഷേ തൃത്താലയിലെ തുടക്കം കൺവെൻഷൻ ഒരു റാലിയായി മാറ്റിക്കൊണ്ടാണ് നിങ്ങളിവിടെ നിർവഹിച്ചിട്ടുള്ളത്.
രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ തുനിയുന്നില്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷെ ഒന്ന് പറഞ്ഞോട്ടെ, മടുക്കാത്ത ഒരു ജനവിഭാഗം ഇന്ന് കേരളത്തിലുണ്ടോ? തൊഴിലാളികൾ, കർഷകർ, വ്യാപാരികൾ. ഒരു കച്ചവട കടയിലൂടെ ഇറങ്ങി നടന്നു നോക്കൂ. ഇപ്പം പുതിയൊരു സംഗതി വന്നിരിക്കുന്നു, കൂനിന്മേൽ കുരു. ഇവർക്ക് യുദ്ധം ഉണ്ടായപ്പോൾ നമ്മുടെ നാടിനെ അത് ബാധിച്ചു. ഇറാൻ്റെ മേൽ അമേരിക്കയും ഇസ്രയേലും അടിച്ചേൽപ്പിച്ച യുദ്ധം. ഇന്നൊന്നിലെയൊക്കെ ഞാൻ തെരഞ്ഞെടുപ്പ് പര്യടന പല ഭാഗത്തും പോകുമ്പോൾ ഞാൻ കണ്ടൊരു സംഗതി എൻ്റെ സഹോദരങ്ങൾക്ക് അറിവുള്ളതാണെങ്കിലും ഞാൻ പങ്കുവെക്കുകയാണ്. ചായക്കടകൾ പലതും പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ചായക്കടകൾ പൂട്ടുകയാണ്. കേന്ദ്രം ഭരിക്കുന്നവരും ഈ കേരളം ഭരിക്കുന്നവരും എന്താ ചായക്കട പൂട്ടുന്നത്? പാചകവാതകല്ല, അത് യുദ്ധം കൊണ്ടുണ്ടായതാണെന്ന് ഒറ്റവാക്ക് പറഞ്ഞാൽ മതിയോ? ഞാൻ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ, ഈ പാർലമെൻറ്റിൻ്റെ നടപ്പ് സമ്മേളനത്തിൽ ഒരാഴ്ച മുമ്പ് ഞാൻ ഈ വിഷയം ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. അന്ന് 3 കാര്യമാണ് ഞാൻ ലോക്സഭയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. ഒന്ന്, ഗൾഫിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം, അവരുടെ ആശങ്ക നീക്കണം, നാട്ടിൽ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് നാട്ടിലെത്തിക്കണം, വ്യോമഗതാഗതം സൗകര്യപ്പെടുത്തണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഒരു കേന്ദ്ര സർക്കാരിന്, അത് ചെയ്യണം. നിവേദനം കൊടുത്തു, വിദേശകാര്യമന്ത്രിയുടെ മുമ്പ് ചെന്നു നമ്മൾ. രണ്ടാമത് ഞാൻ ആവശ്യപ്പെട്ടത് ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ സമാധാനമുണ്ടാക്കാൻ ഇന്ത്യ ഇടപെടണം. അവിടെ എനിക്കൊരു വാക്ക് പറയാനുണ്ട്. UDF അങ്ങനെ പറയാൻ കഴിയൂ. കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയുടെ ഓർമ്മകൾ ഇന്ത്യക്കാരുടെ മനസ്സിലുണ്ട്. നെഹ്റുവിയൻ ഇന്ത്യ, നെഹ്റുവിയൻ ഇന്ത്യ. ആ നെഹ്റു ലോകത്തിന് കൊടുത്ത പേരാണ് ചേരി ചേരാ നയം, നോൺ അലൈൻഡ്. ഒരു ചേരിയിലും ചേരൂല. സമാധാനം ഉണ്ടാക്കാൻ ഇന്ത്യ എവിടെ ഉണ്ടാവും? ഇന്ത്യ ശബ്ദിച്ചാൽ ലോകം ശബ്ദിച്ച് കേൾക്കും. അന്ന് നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പറയുമ്പോൾ തന്നെ രോമാഞ്ചമുണ്ടാകും, രോമാഞ്ചമുണ്ടാകും. ആ നെഹ്റു ഭരിച്ച നാടാണിത്. എന്തുകൊണ്ട് ഈ മധ്യപൗരസ്ത്യ ദേശത്ത് ഗൾഫിലുള്ള പ്രവാസികളെ അടക്കം ബാധിക്കുന്ന യുദ്ധത്തിൽ ഇന്ത്യ ഇടപെട്ടുകൊണ്ട് സമാധാന ശ്രമത്തിന് ഇറങ്ങുന്നില്ല? സിമ്പിളാണ് മറുപടി. കേന്ദ്രം ഭരിക്കുന്നവർക്ക് താല്പര്യമില്ല. അവരങ്ങനെ സമാധാനം വരുത്താനൊന്നും ചെയ്യുന്നൊരു കൂട്ടരല്ല. ലോകസമാധാനത്തിന് വേണ്ടി എന്നും ഇടപെട്ടു പോന്നത് ഒരു കോൺഗ്രസ് ഡൽഹിയിൽ നിന്ന് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുരന്തങ്ങൾ. ഞാൻ 3ാമതൊരു കാര്യം വെച്ചിരുന്നു ലോക്സഭയിൽ. ഹോർമൂസ് കടലിടുക്ക് അടച്ചത് കൊണ്ടാണ് പാചകവാതകത്തിന് ക്ഷാമമുണ്ടായത്. ഹോർമൂസ് ഇതര മേഖലകളിൽ നിന്ന് പാചകവാതകം വാങ്ങിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നടപടിയെടുക്കണം. വേറെ സ്ഥലത്തുണ്ടല്ലോ ഗ്യാസ്, അനങ്ങിയിട്ടില്ല. അതാണ് തൃത്താലയിൽ, കൂറ്റനാട്ട്, ഇവിടെയൊക്കെ ഉണ്ടായോന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. ഒരു ചായക്കട പൂട്ടുമ്പോൾ, ഒരു ചായക്കട പൂട്ടിയാൽ നമുക്ക് വേണമെങ്കിൽ പൂട്ടാത്തൊരു കടയിൽ പോയിട്ട് ചായ കുടിക്കാം. പക്ഷേ ആ പൂട്ടിയ ചായക്കടയെ ആശ്രയിക്കുന്ന കുടുംബങ്ങളും അവരുടെ ജീവിതം എന്തായിത്തീരുമെന്ന് ആലോചിക്കണം. ഇത്തരം ഘട്ടങ്ങളിൽ ഇടപെടേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായിട്ടുള്ള ഇൻ്റർവെൻഷൻ, അടിയന്തര ഇടപെടൽ ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ്. നടക്കുന്നില്ല. കേരളത്തിൽ വലിയ തകർച്ചയാണ്. സാമ്പത്തിക രംഗം, ചെറുപ്പക്കാർക്ക് തൊഴിലുൽപ്പാദിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഒക്കെ പോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാർക്ക്, സ്ത്രീകൾക്ക്, തൊഴിലാളികൾക്ക്, കർഷകർക്ക് എല്ലാം പ്രശ്നങ്ങളാണ്. ഏറ്റവും വലിയൊരു പ്രശ്നം സാമൂഹിക സൗഹൃദത്തിനേൽക്കുന്ന ആഘാതമാണ്. സാമൂഹിക സൗഹൃദത്തിനേൽക്കുന്ന ആഘാതമാണ്. നമുക്കറിവുള്ളതല്ലേ ഈ കേരളം എങ്ങനെയാ ഉണ്ടായിരുന്നത്? ഈ തൃത്താല, ഇന്നലെ ഞാൻ നമ്മുടെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂരിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നരിപ്പറമ്പിലാണ് കൺവെൻഷൻ. ഇതുപോലൊരു ഓപ്പൺ ഗ്രൗണ്ടിലാണ്. ഞാൻ അവിടുന്ന് പറഞ്ഞു,
ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ കേരളത്തെ പറ്റി സംസാരിക്കാം, ഇവിടെ നിന്നുകൊണ്ട് സംസാരിച്ചാൽ ഭാരതപ്പുഴയുടെ ആ തീരപ്രദേശം നമുക്ക് മതേതരത്വത്തിന്റെ സമുദായ സൗഹൃദത്തിന്റെ പാഠങ്ങൾ നൽകിയ മണ്ണ് പൊന്നാനി താലൂക്ക്. അതിൻ്റെ ഒക്കെ ഒരു അടുത്തും ഭാഗവുമാണ് ഈ തൃത്താല പ്രദേശങ്ങൾ. അതിർത്തി കൊണ്ട് ജില്ലയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഒരേ മണ്ണാണ്, ഒരേ സംസ്കാരമാണ്. MT വാസുദേവൻ നായർ സത്യത്തിൽ കൂടല്ലൂരിലാണെന്നാണ് പറയാ, പക്ഷെ അദ്ദേഹം പൊന്നാനി താലൂക്കിലെ എഴുത്തുകാരനാണ്. അക്കിത്തം, വള്ളത്തോൾ, PC കുട്ടിക്കൃഷ്ണൻ, ഞാൻ നീട്ടിപ്പരത്തിയ ഒരു പ്രസംഗം ചെയ്യല്ല. അങ്ങനെ പടുത്തുയർത്തിയ കേരളം, സൗഹൃദത്തിൻ്റെ നാടായ കേരളം, ആളുകളെ തമ്മിൽ അകറ്റിപ്പിക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളും അപശബ്ദങ്ങളുമാണ് കേരളത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പോക്ക് എവിടെത്തും? ഇതിനെ തടുക്കാനും തടയാനുമുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ സാധിക്കണം. അതിന് സാധിക്കുന്നത് UDF-ന് മാത്രമാണ്, ഐക്യജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ്. ശ്രീ K. കരുണാകരൻ്റെ, ഉമ്മൻചാണ്ടിയുടെ, അതിനു മുമ്പുള്ള എത്രയോ മുഖ്യമന്ത്രിമാർ, CH മുഹമ്മദ് കോയ സാഹിബ് അടക്കം, അവരൊക്കെ പഠിപ്പിച്ചു തന്ന ഒരു ഭരണത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്, ക്ഷേമത്തിൻ്റെ, പുരോഗതിയുടെ, മൈത്രിയുടെ, സൗഹൃദത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ. അതിലേക്ക് നാടിനെ കൊണ്ടുപോകണം. അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം UDF-ന് അധികാരത്തിൽ തിരിച്ചെത്തിക്കുക എന്ന മാറ്റമാണ്. അതിനുവേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനവർ തിരിഞ്ഞു നോക്കുന്നത് 10 കൊല്ലം മുമ്പുള്ള കേരളത്തിലേക്കാണ്. ഒരു കവിവാക്യം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മ വരുന്നു. അടുത്ത കാലത്ത് ഞാൻ കേട്ട നല്ലൊരു കവിതയിലെ വാക്കാണ്: ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം. നമ്മൾ എങ്ങോട്ടായി തിരികെ നടക്കാൻ പറയണത്? 10 കൊല്ലം പിറകിലേക്ക്. ഉമ്മൻചാണ്ടിയെ പോലെ മനുഷ്യസ്നേഹിയായ ഒരു മുഖ്യമന്ത്രി നാട് ഭരിച്ച UDF-ന്റെ ആ നല്ല കാലം അങ്ങോട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ പിറകോട്ട് പോകാന്നല്ല അർത്ഥം, അതിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരിക. ആ മഹത്തായ മാതൃകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തൻ്റെ യാത്രയിൽ ഈ കേരളം അങ്ങോളം വിശദീകരിച്ചത്. കേരളത്തിൽ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന കേരളം എങ്ങനെയായിരിക്കും? കേരളത്തിൽ ആരോഗ്യരംഗം എങ്ങനെ പുനഃസംവിധാനിക്കും? കേരളത്തിലെ കൃഷി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? കേരളത്തിലെ തൊഴിലാളികളെ എങ്ങനെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരും? കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ എങ്ങനെ തൊഴിൽ കൊടുക്കും? പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുകയായിരുന്നു. ആ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം, പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് രാഷ്ട്രീയ വിമർശനങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയം മാത്രമല്ല പ്രതിപക്ഷ നേതാവ് നടത്തിയത്. അദ്ദേഹം എല്ലാ സ്ഥലത്തും ഭാവി കേരളത്തിന്റെ ഭൂപടം വരച്ചു കാട്ടി. ഭാവി കേരളത്തിന്റെ നഖചിത്രം അദ്ദേഹം ജനതയുടെ മുമ്പിൽ സമർപ്പിച്ചു. ഇങ്ങനെയായിരിക്കും UDF വന്നാലുള്ള കേരളം. UDF വന്നാൽ ആരോഗ്യരംഗം ഇങ്ങനെയാക്കും, UDF വന്നാൽ ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കും, UDF വന്നാൽ തീരപ്രദേശങ്ങൾ ഇന്നത് ചെയ്യും, UDF വന്നാൽ ഇന്ന വ്യവസായ നയം സ്വീകരിക്കും, UDF വന്നാൽ വിദ്യാഭ്യാസം ഇങ്ങനെ പരിഷ്കരിക്കും, UDF വന്നാൽ ജനങ്ങൾക്കിടയിൽ പ്രബുദ്ധമായിട്ടുള്ള രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. UDF വികാസത്തിന്റെ ഒരു പുതിയ കാലം മാറുകയാണ്. അതിനനുസരിച്ച് വികാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഓരോരോ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഈ അടുത്ത ദിവസം തൃത്താലയിൽ ഒരു മരണം സംഭവിച്ച വീട്ടിൽ പോയി. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഈ മണ്ഡലത്തിൽ നാട്ടിൽ വന്ന് ലീവ് കഴിഞ്ഞു പോയി തിരിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ അവിടെ എത്തി. വളരെ പെട്ടെന്ന് മരണപ്പെട്ടു. യുവാവാണ്. ചെറുപ്പക്കാർക്കിടയിൽ മരണനിരക്ക് വർദ്ധിക്കുകയാണ്. യുവാക്കളുടെ ഡെത്ത് റേറ്റ് വർദ്ധിക്കുകയാണ്. ഞാൻ ലോക്സഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം കേന്ദ്ര ഗവൺമെന്റ്. കോവിഡിന് ശേഷം ഇത് കോവിഡിന്റെ കാരണമാണോ, കോവിഡിന്റെ പ്രതിരോധ നടപടികളുടെ കാരണമായിട്ടാണോ? 60-70 വയസ്സുകാർക്ക് ആയവർക്കിടയിലല്ല മരണം. അവർക്കെല്ലാം മരണത്തെപ്പറ്റി ആലോചിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്യേണ്ടത് ചെറുപ്പക്കാർ.
ഞാൻ ഇന്നൊരു മരണ വീട്ടിൽ പോയിരുന്നു. അത് ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ കൈ കുഴയുന്നതൊരു ചെറുപ്പക്കാരന് തോന്നി. ആള് മരണപ്പെട്ടു. പൊടുന്നനെയുള്ള യുവാക്കളുടെ മരണം ചങ്ങരംകുളത്ത്. നമ്മുടെ ഈ തൃത്താലയിലും കഴിഞ്ഞ ദിവസം തൃത്താല നിവാസികളായ സഹോദരങ്ങൾക്കൊരു കുടുംബത്തിന് ദുരന്തമുണ്ടായി. നാം അവരോട് അനുശോചിക്കുന്നു. ഞാൻ ആ 2 കുടുംബ വീടുകളിൽ പോയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ദുഃഖകരമായ സംഭവമാണ്. പെട്ടെന്നുണ്ടായ മിന്നൽ മഴയിൽ ഒമാനിൽ വെച്ച് അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ആ കുടുംബത്തിനൊക്കെ ആശ്വാസമുണ്ടാകട്ടെ എന്ന് നാം അവരുടെ മനസ്സിനോടൊപ്പം നിലകൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞത് ഈ ചെറുപ്പക്കാരെങ്ങനെ പെട്ടെന്ന് മരിക്കുന്നത്, ഞാനത് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ എന്നെ എത്രയോ ഡോക്ടർമാർ വിളിച്ചു. ഇതൊരു വലിയ പ്രശ്നമാണ്, അവതരിപ്പിച്ചത് നന്നായി. ഞാൻ പറയണത് ഇനിയുള്ള കാലം ഇതൊക്കെ ചിന്തിക്കുന്നൊരു ഗവൺമെൻറ് വേണം. ക്യാൻസർ വർദ്ധിക്കുന്നു, ഡയാലിസിസ് സെൻ്ററുകൾ വർദ്ധിക്കണം. പഴയ വർത്തമാനം പറഞ്ഞിരുന്ന പോരാ, പുതിയ കാഴ്ചപ്പാടുകൾ വേണം, പുതിയ ദിശാബോധങ്ങൾ വേണം. അതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ്. ആ പുതിയ കാഴ്ചപ്പാടോടെ തിരുവനന്തപുരത്തൊരു മാറ്റം വരുമ്പോൾ തൃത്താലയിൽ നിന്ന് നല്ല ദിശാബോധമുള്ള ഒരു യുവ നായകൻ വലിയ ഭൂരിപക്ഷത്തോടെ മാറ്റത്തിന്റെ പടഹധ്വനി മുഴക്കിക്കൊണ്ട് കേരളത്തിന്റെ പ്രബുദ്ധമായ നെഹ്റുവിയൻ രാഷ്ട്രീയത്തിന്റെ ഓജസ്സുറ്റ മുഖമാണ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ VT ബൽറാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ നെഹ്റുവിയൻ രാഷ്ട്രീയത്തിന്റെ അത് ആപാദചൂടം മതേതരമാണ്, അത് വികസനോന്മുഖമാണ്, അത് വളരെ പ്രബുദ്ധമാണ്, അത് വളരെ ആശയസമ്പന്നമാണ്, അത് ഭാവനാസമ്പന്നമാണ്. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പരിചയമുള്ള സ്ഥാനാർത്ഥി, ഈ മണ്ണിൽ വളർന്നു വന്ന, ഇവിടെ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്ന ബൽറാം ആരാണെന്നതും ബൽറാമിന്റെ മനസ്സെന്താണെന്നതും ബൽറാമിന്റെ പ്രവർത്തന ശൈലി എന്താണെന്നതും ഒരു പരിചയപ്പെടുത്തലും തൃത്താലക്കാർക്ക് ആവശ്യമില്ല. ആ നല്ല ചെറുപ്പക്കാരൻ, നല്ല മനസ്സുള്ള, ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ശക്തമായ തോളുകളോടെ ചുമലുകളോടെ നിലകൊള്ളാൻ സാധിക്കുന്ന ബലിഷ്ഠനായ ബലറാം, അദ്ദേഹത്തെ നല്ല തിളക്കമുള്ള ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുക്കാനും ആ രാഷ്ട്രീയ മാറ്റത്തിൽ തൃത്താലയുടെ ഒരു നല്ല പിന്തുണ നൽകാനുമാണ്. ഞാൻ കൂടുതലായിട്ട് ദീർഘിച്ച് സംസാരിക്കുന്നില്ല. എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഈ കൺവെൻഷൻ അത്ഭുതകരമാണ്, ആഹ്ലാദകരമാണ്, ആവേശകരമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണപ്പെടുന്ന UDF തരംഗത്തിന്റെ ഏറ്റവും മനോഹരമായ ചിത്രമാണ് തൃത്താലയുടെ ഈ കൺവെൻഷനിൽ നിങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. നേതാക്കന്മാരുടെ സമ്മതത്തോടുകൂടി വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാരുടെ അവർ തീരുമാനിക്കും കേരളം ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. നിങ്ങളുടെ ഈ വേദിയിലിരിക്കുന്ന അവരാണ് തീരുമാനിക്കുക. കൂട്ടായ ചർച്ചകളിലൂടെ നമ്മളും ഈ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടുള്ളവരാണ്. നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. നമുക്ക് ആർക്കും അണച്ചു കളയാൻ കഴിയാത്ത കേരളത്തിന്റെ നന്മദീപത്തെ നമുക്ക് കാത്തുരക്ഷിക്കണം, തണലൊരുക്കണം, ജനങ്ങൾക്ക് തണലൊരുക്കണം. ചുട്ടുപൊള്ളുന്ന രാഷ്ട്രീയ കാലാവസ്ഥകളാണ് ഇന്ന് എവിടെയും, ചുട്ടുപൊള്ളുകയാണ്. ലോകത്തേക്ക് നോക്കിയാൽ യുദ്ധം, കെടുതികൾ, പ്രയാസങ്ങൾ, ഓമന മക്കളുടെ കൂട്ടക്കരച്ചിലുകൾ, ആരുടെയോ തലയിൽ ഉദിക്കുന്ന അവർക്കെന്തോ തോന്നുന്ന അവിവേകം കൊണ്ട് പാവങ്ങളായ കുടുംബങ്ങൾ, ഓമന മക്കൾ വിലപിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സാധനം എൻ്റെ മുമ്പിൽ വന്ന് വീണു. ഒരു കൊച്ചുകുട്ടിയോട്, വിദേശത്തുള്ളൊരു കുട്ടിയോട് ഒരു ചാനൽ പ്രതിനിധി ചോദിക്കുകയാണ്, യുദ്ധം കൊണ്ട് സ്വാതന്ത്ര്യമുണ്ടാകുമെന്ന് പറയുന്നുവല്ലോ. ഒരു കൊച്ചുകുട്ടി ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട്, ആ കൊച്ചുകുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടി പറയാണ്, സ്വാതന്ത്ര്യമോ? എൻ്റെ വീട് തകർക്കപ്പെട്ടു, എൻ്റെ സ്കൂള് തകർക്കപ്പെട്ടു,
എൻ്റെ മാതാപിതാക്കളുടെ നിങ്ങളുടെ യുദ്ധം കവർന്നു കൊണ്ടുപോയി. എന്നിട്ട് സ്വാതന്ത്ര്യമോ? ഫ്രീഡം. ഫ്രീഡം. മൈ ഹൗസ് ഈസ് സ്പോയിൽഡ്, മൈ സ്കൂൾ ഈസ് ഡിസ്ട്രോയിഡ്, മൈ പാരൻസ് ആർ കിൽഡ്. എല്ലാം തകർത്തിട്ട് നിങ്ങൾ സ്വാതന്ത്ര്യമോ? ഒരു കൊച്ചുകുട്ടി. ഞാൻ ഇന്നോ ഇന്നലെയോ കണ്ടതാണ്. ലോകത്ത് പരുക്കൻ രാഷ്ട്രീയം, പരുക്കൻ ഭാവങ്ങൾ. നമുക്കിന്ന് ആവശ്യം തലോടലിൻ്റെ രാഷ്ട്രീയമാണ്. തലോടുന്ന രാഷ്ട്രീയം, തലോടുന്ന രാഷ്ട്രീയം. സാന്ത്വനം. മനുഷ്യന്മാരെ ആശ്വസിപ്പിക്കണം, കൂടെ കൂട്ടണം. രോഗികൾ, പ്രയാസപ്പെടുന്നവർ, കഷ്ടപ്പെടുന്നവർ. എത്ര സ്ഥലത്താണെന്നറിയോ ഡയാലിസിസിനുള്ള കേന്ദ്രം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? വൃക്കരോഗങ്ങൾ വർദ്ധിക്കുന്നു, ക്യാൻസർ പടർന്നു പിടിക്കുകയാണ്. ലോകത്തെ തന്നെ വലിയൊരു ക്യാൻസർ വ്യാപനം നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നു. അപ്പൊ കാഴ്ചപ്പാടുകൾ മാറണം. ഇനിയുള്ള UDFന്റെ ഗവൺമെന്റ് വന്നാൽ ഈ 10 കൊല്ലത്തെ തകർച്ചക്ക് പരിഹാരം കാണുക മാത്രമല്ല, ഒരു 100 കൊല്ലത്തെ വികാസത്തിലേക്ക് കേരളത്തെ നയിക്കുന്ന ഗവൺമെന്റ് ആയിരിക്കും. എന്താ നമുക്കതിന് കഴിയില്ലേ? കഴിയും. ഞാൻ ശ്രീ ഉമ്മൻചാണ്ടി ഭരിച്ച കാലഘട്ടത്തിൽ MLA ആയിരുന്ന ആളാണ്. നിങ്ങളുടെ ഈ ഒരു പാലം കടഞ്ഞ അപ്പുറത്താണ് കോട്ടക്കൽ. ആ കോട്ടക്കലിൽ ഇന്നും നാട്ടുകാർക്കിടയിൽ എനിക്ക് അഭിമാനത്തോടെ തലയുയർത്തി പിടിച്ച് നടക്കാൻ കഴിയുന്നത്, ഞാൻ ഒരു തവണ MLA ആയതാണ്. ഒറ്റ തവണയാണ് ഞാൻ നിയമസഭയിൽ പോയത്. അതൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അന്ന് നാട് ഭരിച്ചത് ഉമ്മൻചാണ്ടിയാണ്. കാരുണ്യമുള്ള മനുഷ്യൻ, സ്നേഹസമ്പന്നൻ, കരുതലുള്ള മനുഷ്യൻ, പാവങ്ങൾക്ക് വേണ്ടി കേഴുന്ന ഹൃദയമുള്ള ഒരു ഭരണാധികാരി. ജനസമ്പർക്കത്തിൽ പച്ചവെള്ളം മാത്രം കുടിച്ച് വൈകുന്നേരമാക്കി 2 കാലും നിൽക്കുന്ന ഒരു ഭരണാധികാരി. തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേയിലെ സെക്യൂരിറ്റി ആള് ആരായി കിടക്കുന്നത്, അതിൻ്റെ ഒരു പുറത്തൊരു ബെർത്ത് ഉണ്ടാവും. ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴിക്ക് എല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെർത്ത് ഉണ്ടാവും. അവിടെ ഒരാൾ ചുരുണ്ടുകൂടി കിടക്കുന്ന ആളെ തട്ടി വിളിച്ച ഒരു സെക്യൂരിറ്റി മാൻ, ആരായി കിടക്കണത്? ഞാൻ ഉമ്മൻചാണ്ടി എന്ന് മറുപടി പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയെ കണ്ട നാടാണ് കേരളം. അതാണ് ഈ കേരളം. ആ രാഷ്ട്രീയമാണ് പ്രിയപ്പെട്ടവരെ. അന്ന് ഈ കോട്ടക്കൽ മണ്ഡലത്തിൽ കാടാമ്പുഴയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു, അദ്ദേഹം പോലീസ് സ്റ്റേഷൻ അനുവദിച്ചു, കോട്ടക്കൽ ട്രഷറി അനുവദിച്ചു. എത്ര റോഡുകൾ! ഞാൻ ആവശ്യപ്പെട്ട പോലീസ് സ്റ്റേഷൻ അദ്ദേഹം അനുവദിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ദിവസം പൊടുന്നനെ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുകയാണ്. അന്നാണ് നല്ല സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ആ കവിവാക്യം ആവർത്തിക്കുന്നു. അതാ പ്രിയങ്കരനായ VT ബൽറാം, ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ തിളക്കമുള്ള ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തിൻ്റെ ഓജസ്സുറ്റ മുഖമായ ബലിഷ്ഠനായ ബലറാം, VT ബലറാം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് അദ്ദേഹത്തെ വളരെ ആവേശത്തോടെ സ്വീകരിക്കാം. വളരെ വലിയ ആവേശത്തോടെ. ഇത്രയും വലിയൊരു പരന്നു കിടക്കുന്ന സദസ്സ്, ഒരു തെരഞ്ഞെടുപ്പ് റാലി പോലെയുള്ള കൺവെൻഷനിലേക്കാണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കടന്നു വന്നിട്ടുള്ളത്. ആ ബലിഷ്ഠമായ കരങ്ങൾ എല്ലാവരും ഒന്ന് കൈപിടിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട മാഷ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും കൈ അടയാളത്തിൽ ഇത്തവണ ബലറാമിനെ നാം വിജയിപ്പിക്കുന്നത് ചരിത്ര ഭൂരിപക്ഷത്തോടെ ആയിരിക്കും. ചരിത്ര ഭൂരിപക്ഷത്തോടെ. അതിനുള്ള മഹത്തായ തീരുമാനമാകട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റിട്ട് നമ്മുടെ അടയാളമായ കൈ, എല്ലാവരും ഒരു കൈ. ആഹാ, കൈ അടയാളം. ഈ കൈ അടയാളത്തിൽ ഇത് വിജയമുദ്രയാണ്, ഭാഗ്യമുദ്ര. തൃത്താലയുടെ ഭാഗ്യമുദ്രയാണ് ഈ സദസ്സിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത്. നല്ലത് വരട്ടെ, വോട്ടെണ്ണുമ്പോൾ മഹാവർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കണം നിങ്ങളുടെ സമ്മതത്തോടെ. തലമുതിർന്ന നേതാക്കളുടെ
സമ്മതത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ട തെരഞ്ഞെടുപ്പിൻ്റെ മർമ്മമറിയുന്ന രാഷ്ട്രീയത്തിലെ കുലഗുരുവിനെ പോലെ നമ്മെ നയിക്കുന്ന ബാലചന്ദ്രൻ മാഷ് CV അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെ, അദ്ദേഹം അടക്കമുള്ള ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട തങ്ങൾ, SMK തങ്ങൾ, അബ്ദുസലാം സാഹിബ്, ഇവരുടെയൊക്കെ സമ്മതത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നല്ലൊരു സന്തോഷകരമായിട്ടുള്ള തിരുവനന്തപുരത്തെ മാറ്റത്തിൽ തൃത്താലയുടെ കയ്യൊപ്പ്, ഭാഗ്യമുദ്രയുടെ കയ്യൊപ്പ് ചാർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു കാവ്യശകലം ഓർമ്മ വരുന്നു. മണ്ണോ ഫലഭൂയിഷ്ടം, കാലാവസ്ഥയോ അനുകൂലം. മണ്ണോ, സംഗതി ഹിന്ദുസ്ഥാനിയാണ്, ഹിന്ദി കവിതയാണ്. മണ്ണോ ഫലഭൂയിഷ്ടം, വിത്തിട്ട അപ്പം മുളക്കും. കാലാവസ്ഥയോ അനുകൂലം, കാർമേഘങ്ങൾ ഇങ്ങനെ മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ്. മിട്ടി സർഖൈസ് ഹേ, ഈ മണ്ണ് ഫലഭൂയിഷ്ടമാണ്. മേഘങ്ങൾ വന്നിരിക്കുന്നു. ഇനി ഒരു തുള്ളി മഴയെ സഖി, അത് ഒരു തുള്ളിയല്ല, പല തുള്ളി പെരുമഴയായി, ഭൂരിപക്ഷത്തിന്റെ പെരുമഴയായി വോട്ടെണ്ണുമ്പോ തൃത്താല മണ്ണിൽ പുതിയ ഇതിഹാസം രചിക്കാൻ ബലറാം, ഞാൻ നേരത്തെ പറഞ്ഞ ആ നെഹ്റുവിയൻ രാഷ്ട്രീയത്തിന്റെ ഈ ഓജസ്സുറ്റ പ്രതിനിധിയെ, നമുക്ക് രാജ്യത്തെ പറ്റി കാഴ്ചപ്പാടുണ്ട്, സംസ്ഥാനത്തെ പറ്റി കാഴ്ചപ്പാടുണ്ട്, അത് വേണ്ട പോലെ വേണ്ടിടത്ത് മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ വാക്കായി കർമ്മമായി കൊടുങ്കാറ്റായി ആഞ്ഞു വീശേണ്ടി വന്നാൽ അങ്ങനെ വീശാൻ, ഇളങ്കാറ്റാകേണ്ടി വന്നാൽ അങ്ങനെയാകാൻ സാധിക്കുന്ന ഐക്യമുന്നണി, ആ മഹത്തായ മുന്നണിയുടെ പ്രതീകമായ പ്രിയപ്പെട്ട VTയെ വലിയ ഭൂരിപക്ഷത്തോടെ നമുക്ക് വിജയിപ്പിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരന്നു കിടക്കുന്ന സദസ്സ് കാണുമ്പോൾ നല്ല തുടക്കം മാത്രം പറഞ്ഞാൽ പോരാ, ഞാൻ ഇതിനെ ശുഭമംഗളോദയം എന്ന് വിശേഷിപ്പിക്കുന്നു. ശുഭമംഗളോദയം, ശുഭത്തിൻ്റെയും മംഗളത്തിൻ്റെയും ഉദയമാണ്. ഇന്ന് തുടങ്ങുകയാണ്. പ്രവർത്തനം നേരത്തെ തുടങ്ങിയെങ്കിലും ഔപചാരികമായിട്ട് കൺവെൻഷനോടെയാണ് തുടങ്ങുന്നത്. ഈ ശുഭമംഗളോദയത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് കുറേ സമയം കൂടി ഞാനിവിടെ ഇരിക്കുമായിരുന്നു. ഈ സദസ്സ് കണ്ടിരിക്കുന്നത് തന്നെ ഒരു സന്തോഷവും സുഹൃതവുമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ. പക്ഷേ മറ്റ് കൺവെൻഷനുകളിൽ എത്തിച്ചേരാനുള്ളത് കൊണ്ട് നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ തിരൂരിലും കോട്ടക്കലും മറ്റ് സ്ഥലങ്ങളിലും സന്ധ്യക്ക് മുമ്പ് അവസാനിക്കുന്ന കൺവെൻഷനുകളിൽ ഓടിയെത്താനുള്ളത് കൊണ്ട് തൽക്കാലം നിങ്ങളുടെ സമ്മതത്തോടെ വിട ചോദിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ. നമസ്കാരം.